മിക്ക ആളുടെയും ഫേവറേറ്റ് സ്ട്രീറ്റ് ഫുഡായ ബേൽപൂരിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഫുഡ് എങ്ങനെ വളരെ എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യം തന്നെ നമുക്ക് ടാമറിൻ ചട്നി ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു വലിയ ഉണ്ട പുളി ഞാൻ വെള്ളത്തിലിട്ട് വെക്കുകയാണ്. ഇത് വാളൻ പുളിയാണ്. ഇതിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 10-15 മിനിറ്റ് കുതിർത്തെടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് പിഴിഞ്ഞ് ഇതിൻ്റെ വെള്ളം എടുക്കണം. ഞാനൊരു 15 മിനിറ്റിന് ശേഷം ഇതിൻ്റെ വെള്ളം പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല കട്ടിയുള്ള 1/2 കപ്പ് പുളിവെള്ളമുണ്ട്. ഇനി വെള്ളത്തിലേക്ക് 1/2 കപ്പ് തന്നെ വെല്ലം പൊടിച്ചതും കൂടി ചേർക്കാം. ഇത് ഞാൻ നിങ്ങൾക്ക് അളവ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ വെല്ലം പൊടിച്ചെടുത്തത്. 1/2 കപ്പ് വെല്ലം പൊടിച്ചതും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ചാട്ട് മസാല പൗഡർ ചേർക്കാം. ഇത് മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇതിവിടെ നന്നായി തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു വലിയ ഉണ്ട ഈന്തപ്പഴം അരച്ചത് ഇട്ട് കൊടുക്കണം. ഞാനിത് മിക്സിയിലിട്ട് അരച്ചെടുത്ത ഈന്തപ്പഴമാണ്. ഇത് ഈ സോസിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈന്തപ്പഴം ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സോസ് വളരെ പെട്ടെന്ന് കട്ടിയായി കിട്ടുകയും ചെയ്യും. മാത്രമല്ല വളരെയേറെ ടേസ്റ്റുമാണ്. ഈന്തപ്പഴം ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പുളി സോസ് തന്നെ നന്നായിട്ട് വറ്റിച്ചെടുത്താൽ മതി. ചേർത്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതുപോലെ നല്ല കട്ടിയായിട്ട് കിട്ടും. മാത്രമല്ല വളരെയേറെ ടേസ്റ്റുമാണ് ഇത് ചേർത്താൽ. നമ്മുടെ ടാമറിൻ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് തണുക്കാൻ വെക്കാം. ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി നമുക്ക് ബേൽപൂരിക്ക് വേണ്ടിയിട്ടുള്ള ഗ്രീൻ ചട്നി റെഡിയാക്കാം. അതിനുവേണ്ടി 1 കപ്പ് മല്ലിയില ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇടുകയാണ്. ഇതിലേക്ക് 1/4 കപ്പ് പുതിനയില അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഉള്ളിയും കൂടി ചേർക്കാം. ഒരു ഉള്ളിയുടെ 8-1 മറ്റോ ചേർത്താൽ മതി. വളരെ ചെറിയൊരു കഷ്ണം മതി. ഇതിലേക്ക് ഒരു പച്ചമുളകും കൂടി അരിഞ്ഞിടാം. 1/2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് ചേർക്കാം. 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും കൂടി ചേർത്ത് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാനിതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ഗ്രീൻ ചട്നിയും ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് നമുക്കൊരു ബൗളിലാക്കിയിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബേൽപൂരിക്ക് വേണ്ടിയിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിവിടെ ചെറുതായിട്ട് ഒരു ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഉരുളക്കിഴങ്ങ് ഇതിലിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഫ്രൈ ആയിക്കോളും. ഉരുളക്കിഴങ്ങ് ഇവിടെ ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. ഒന്നുകൂടി നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം. ഇനി നമുക്ക് ബേൽപൂരി ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ 1/2 കപ്പോളം പൊരി എടുത്തിട്ടുണ്ട്. ഈ പൊരി ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പോളം ഓമപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് സ്പൈസി ആയിട്ടുള്ള ഓമപ്പൊടിയാണ്. സാധാരണ ഓമപ്പൊടിയാണെങ്കിലും കുഴപ്പമില്ല. ഇത്രയും അളവ് തന്നെ മിക്സ്ചർ ഇട്ട് കൊടുക്കുക. ഇത് മധുരമുള്ള പീനട്ട്സ് ഒക്കെയുള്ള മിക്സ്ചറാണ്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കക്കിരി അഥവാ കുക്കുംബർ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഉള്ളി, 1 ടേബിൾ സ്പൂൺ തക്കാളി, 1 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, 1 ടേബിൾ സ്പൂൺ മല്ലിയില, ഇത്രയും ഇട്ട് കൊടുക്കുക. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ വരെ ഗ്രീൻ ചട്നിയും കൂടി ചേർക്കാം. ഗ്രീൻ ചട്നി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം.
അതുപോലെ ടാമറിൻ ചട്നിയും കൂടി ഇതിലേക്ക് ചേർക്കാം. അതും ഞാൻ 1 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അതും കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ 2 സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇതിൽ ചില ആളുകൾ മാതള നാരങ്ങ സീഡ്സും അല്ലെങ്കിൽ പച്ചമാങ്ങ ഗ്രേറ്റ് ചെയ്തതും ഒക്കെ ചേർക്കുന്നതാണ്. അതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിൽ കുറേ വെജിറ്റബിൾസ് ഒക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തിയാണിത്. വൈകുന്നേരമൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു വിഭവമാണ്. ഇതിവിടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബേൽപുരി റെഡിയായി കഴിഞ്ഞു. നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇഷ്ടമായെങ്കിൽ അഭിപ്രായം അറിയിക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്